ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഫിലിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ നമ്മൾ മായയിലുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു 3D മെഷ് എങ്ങനെ ID മാപ്പ് ബേക്ക് ചെയ്യാൻ പറ്റും സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ. അതിനുവേണ്ടി മായയിൽ നിന്ന് ഉള്ള ഫയലിനെ എങ്ങനെ മായയിൽ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകും എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് പെയിൻറ്ററിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ID മാപ്പ് ബേക്കിങ്ങിന് വേണ്ടി മായയിൽ നമ്മൾ മായ ഫയലിനെ അല്ലെങ്കിൽ മായയിലുള്ള 3D മോഡൽ ആയിട്ടുള്ള മെഷിനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഞാനിവിടെ ഒരു 3D ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇൻ്റർനെറ്റിൽ നമുക്ക് ഫ്രീ മോഡലായിട്ട് കിട്ടുന്നൊരു 3D മോഡലാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പം ഇത്രയും സൈസ് ഉണ്ട്. നമ്മുടെ ഗ്രിഡ് ലൈൻ, നമുക്ക് മായയിലെ ഗ്രിഡ് ലൈൻ കാണാം, ഇത്രയും ചെറുതാണ്. അത്രയ്ക്ക് ഹ്യൂജായിട്ടാണത് ഓപ്പൺ ചെയ്തപ്പോൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. സോ ഞാൻ അതിന് ആദ്യം ചെയ്യുന്നത്, ഇതിനെ ടോട്ടലി സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് കമ്പൈൻ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. സോ ഗ്രൗണ്ട് ലെവലോട് ഒന്ന് താഴ്ത്തി വെക്കുകയാണ്. എത്ര നമുക്ക് ചെറുതാക്കണമെന്ന് നോക്കാം. കുറച്ചുകൂടെ ചെറുതാക്കിയേക്കാം, അത്രയും മതി. അല്ലെങ്കിൽ സബ്സ്റ്റൻസ് പെയിൻറ്ററിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര ഹ്യൂജായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. സോ അവിടെ അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി സബ്സ്റ്റൻസ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രാഫിക്കലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. കുറച്ച് ഗ്രാഫിക്സ് നല്ലപോലെ എടുക്കും ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഫയൽ കൂടി നമ്മളവിടെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് സിസ്റ്റം ഹാങ് ആയി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഓൾറെഡി കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഓരോ പോർഷനും എനിക്ക് കറക്റ്റായിട്ട് വേണം. സോ സെപ്പറേറ്റ് ആയിട്ട് ID മാപ്പ് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ID മാപ്സ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഓരോ പോർഷനും എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ബോയിയെ കാണാം. ആ ബോയ്ക്ക് ഒരു ഹെയർ ഉണ്ട്, പിന്നെ സ്കിൻ ഏരിയ ഉണ്ട്, ഒരു ടീഷർട്ട് ഉള്ളിലുണ്ട്, പ്ലസ് ഗ്ലൗസ് ഉണ്ട്, പിന്നെ കയ്യിലെ സ്കിന്നിൻ്റെ പോർഷൻസ് കാണിക്കുന്നുണ്ട്, ആൻഡ് ഒരു ഓവർ കോട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ ആ ഒരു ഹൂഡിയുടെ ബാക്ക് ക്യാപ്പ് ഉണ്ട്. ടീഷർട്ടിന് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ആൻഡ് പാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബൂട്ട്സും അതിൻ്റെ ലേസും ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓരോന്നിനും ഏതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടെക്സ്ചർ കൊടുക്കണം. അതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് കളേഴ്സിലുള്ള മെറ്റീരിയൽസ് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് വിത്ത് ടീഷർട്ട്. സോ അത് ടീഷർട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഇത് കമ്പൈൻ ചെയ്തൊരു മോഡലാണ്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫേസ് എടുക്കുന്നു, ഫേസ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ടീഷർട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ what happens is, കണ്ടോ, ടീഷർട്ടിൻ്റെ ഏരിയ മാത്രം സെലക്ട് ആവും. along with that, if you want the hoodie cap, shift ഹോൾഡ് ചെയ്തുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് കണ്ടിന്യൂ ചെയ്ത് ആ സെലക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, നമ്മൾ അത്രയും സെലക്ട് ചെയ്തു. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുക്കുക, ലാംബേർട്ട് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഒരു ചെറിയ കാര്യം കൊണ്ട് ഇവിടെ ചെയ്യാനുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ ചാനൽ ബോക്സ്, ആട്രിബ്യൂട്ട് എഡിറ്റർ എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആട്രിബ്യൂട്ട് എഡിറ്ററാണ് വന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾ ലാംബേർട്ട് 16 അതിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് ലാംബേർട്ട് 16 എന്നാണ്. സോ ലാംബേർട്ട് 16 എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നു ഹൂഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹൂഡി ടീഷർട്ടാണ് ഇതെന്ന് മനസ്സിലാവും. ജസ്റ്റ് പേര് കൊടുത്താൽ മതി, സേവിങ്ങിൻ്റെ ഓപ്ഷൻ ഒന്നുമില്ല. പേര് കൊടുക്കുക മാത്രമല്ല, നെക്സ്റ്റ് കളർ ഞാൻ ഏതെങ്കിലും ഒരു ഗ്രീനോ ഗ്രേയോ എന്തെങ്കിലും ഒരു കളർ കൊടുത്താൽ മതി, ടു അണ്ടർസ്റ്റാൻഡ്. സോ കളർ കൊടുത്തു, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്. ഓക്കെ, നെക്സ്റ്റ് ഹെയറിൻ്റെ ഏരിയ. സോ ഹെയറിൻ്റെ അവിടെ ഫേസിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, ഹെയറിൻ്റെ അത്രയും ഫേസും സെപ്പറേറ്റ് കിടക്കുകയാണ്. സോ അതിനെല്ലാം ഒന്ന് സെപ്പറേറ്റ് സെലക്ട് ചെയ്യേണ്ടി വരും. സോ എന്താണ് വാട്ട് നീഡ്സ് ടു ബി ഡൺ ഈസ്, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ബാക്കിയുള്ള ഹെയറിൻ്റെ ഫേസ് ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട്. ഇവിടെ ഒരു ചെറിയ തിക്നെസ്സിൻ്റെ ഏരിയ കൂടെ ഉണ്ട്, ഷിഫ്റ്റ് ഡബിൾ ക്ലിക്ക്. ഓക്കെ, സോ ഹെയർ കംപ്ലീറ്റ് ആയി എനിക്ക് തോന്നുന്നു. യെസ്, അതെ, കംപ്ലീറ്റ് ആണ്. സോ അതിനെയും സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, അസൈൻ ന്യൂ മെറ്റീരിയൽ, ലാംബേർട്ട് 17 ആണ്. സോ അതിന് ഞാൻ പേര് കൊടുക്കുന്നു ഹെയർ. ആൻഡ് ഹെയറിന് ഒരു ബ്രൗണിഷ് കളർ കൊടുക്കുന്നു. കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? ആ ഒരു ഓവർ കോട്ടിൻ്റെ ഏരിയ വരുന്നു. ഡബിൾ ക്ലിക്ക് ആൻഡ് ഡബിൾ ക്ലിക്ക് 3 പീസായിരുന്നു, ഞാൻ കമ്പൈൻ ചെയ്തായിരുന്നു.
ക്ലിക്ക്, ഷിഫ്റ്റ് ഡബിൾ ക്ലിക്ക്. ഈ ഒരു തിക്നെസ് ഏരിയയും കൂടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓൾ ഡൺ. സോ ഇതിനെയും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അസൈൻ ന്യൂ മെറ്റീരിയൽ, ലാംബർട്ട്, ഓവർകോട്ട് എന്ന് പേര് കൊടുക്കാം. ഓവർകോട്ട്. അതിന് നമുക്കൊരു ഇങ്ങനത്തെ ഒരു കളർ കൊടുക്കാം. ഈ കളറൊന്നും അല്ല ആക്ച്വലി ഇതിൽ വരുന്നത് കേട്ടോ. നമുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊന്നും ആയിരിക്കത്തില്ല കളർ വരേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒരു ഓരോ ഏരിയയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കളർ കൊടുക്കുന്നത്. ഓക്കെ, അത് ഈ എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യം ഐ ഡിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു പാൻസ്. ഡബിൾ ക്ലിക്ക്. യെസ്, പാൻസ് അത്രേ ഉള്ളൂ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുക്കുക, ലാംബർട്ട്, ആൻഡ് ആസ് ഓൾവേസ് ഗിവിങ് എ നെയിം. പാൻസ് കളർ കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കണം. ഇതുവരെ കൊടുത്ത കളർ ആവരുത്. ഓക്കെ, കണ്ടില്ലേ, കൊടുത്തു. ആൻഡ് ബൂട്ട്സ്, ഡബിൾ ക്ലിക്ക്, ബൂട്ട്സിൻ്റെ അത്ര ഏരിയയ്ക്ക്. കാരണം ആക്ച്വലി നമുക്ക് പറയുമ്പോൾ ഈ ബൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ ബൂട്ട്സിൻ്റെ ഇപ്പോൾ ഇത്ര ഏരിയ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയയിലുള്ള ടെക്സ്ചർ ഇഫക്റ്റും മെറ്റീരിയൽ ഇഫക്റ്റും പോലെ ആയിരിക്കില്ല താഴെയുള്ള ഏരിയ, അതുപോലെ ആയിരിക്കില്ല ലേസിൻ്റെ ഏരിയ. അപ്പോൾ ഒരു 3 ടെക്സ്റ്റേഴ്സ് ഇവിടെ ആക്ച്വലി വരും. സോ ഈ 3 ലാംബർട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, അസൈൻ ന്യൂ മെറ്റീരിയൽ, ലാംബർട്ട് എടുത്തു. ലാംബർട്ട് 20ക്ക് ബൂട്ട് ലെതർ എന്ന പേര് കൊടുക്കാം. എന്നിട്ട് പിങ്ക്. നിങ്ങളിപ്പോൾ നോക്കും ഇതെന്താ ഈ ബൂട്ടിന് പിങ്ക് കൊടുത്തതെന്ന് ഇപ്പോൾ ആലോചിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക കളർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളിതിൻ്റെ കളേഴ്സിൻ്റെയും ലെതറിൻ്റെ ഇഫക്റ്റും എല്ലാം നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡബിൾ ക്ലിക്ക്, താഴത്തെ എല്ലാം ഓക്കെ ഇല്ല, ഇതുകൂടെ കിട്ടാറുണ്ട്. സോ ഡബിൾ ക്ലിക്ക് ആൻഡ് ഡബിൾ ക്ലിക്ക്. സോ അതിന് റൈറ്റ് ക്ലിക്ക്, അസൈൻ ന്യൂ മെറ്റീരിയൽ, ലാംബർട്ട്, ബൂട്ട് ഹീൽ എന്ന് കൊടുക്കാം. ഇതും ഹെയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. സോ റൈറ്റ് ക്ലിക്ക്, അസൈൻ ന്യൂ മെറ്റീരിയൽ, ലാംബർട്ട്, ആൻഡ് ഓക്കെ. ഈ യെല്ലോ കളർ എവിടെയെങ്കിലും ഉണ്ടോ വേറെ എന്ന് നോക്കാം. ഇല്ല, യെല്ലോ കളർ വേറെ ഒന്നുമില്ല. സോ ഇനിയിപ്പോൾ വേണ്ടത് ഗ്ലൗസിനുള്ള ഏരിയ, സ്കിന്നിനുള്ള ഏരിയ ആദ്യം ചൂസ് ചെയ്യാം. ഡബിൾ ക്ലിക്ക്, ഓരോ ഫിംഗറും സെപ്പറേറ്റ് സെലക്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. കെയർലെസ് ആയിട്ടൊന്നും ചെയ്യരുത്. സി ഓൾവേസ് ഡബിൾ ചെക്ക്. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ആൻഡ് ഇനി ഒരു കാര്യം ഞാൻ പറയാം. സ്ഥിരം ചെയ്യുന്ന മെത്തേഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതുവരെ ചെയ്ത രീതിയിലല്ലാതെ കാരണം ചെയ്യുവാണ്. സ്കിൻ എടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അസൈൻ ന്യൂ മെറ്റീരിയൽ. സ്കിൻ ഫേസിനും ഉണ്ട്, ഞാനതിൽ സെലക്ട് ചെയ്തിട്ടില്ല, പേർപ്പസ്ലി ആണ്. സോ കൈയുടെ എടുത്തിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് സ്കിൻ എന്ന് മാത്രം കൊടുക്കുന്നു. സ്കിന്നിൻ്റെ കളർ എന്ന രീതിയിൽ നമുക്ക് ഓക്കെ സ്കിന്നിൻ്റെ കളർ കൊടുത്തേക്കുന്നത് ഇവിടെയാണ്. പക്ഷേ എനിക്ക് ഫേസിലും സ്കിന്നിൻ്റെ കളർ കൊടുക്കണമായിരുന്നു. ഡബിൾ ക്ലിക്ക്, ഫേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനവിടെ കൊടുക്കുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ടുപിടിക്കുക സ്കിന്ന് ഒന്ന് കൊടുത്താൽ മതി. സോ സ്കിൻ അവിടെയും കിട്ടി, കാരണം സെയിം ടെക്സ്ചർ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമുക്ക് എന്തെങ്കിലും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചേ ഇല്ല. അപ്പോൾ ഐ ഡിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇനി ഗ്ലൗസിൻ്റെ ഏരിയ സെലക്ട് ചെയ്യാനുണ്ട്. എനിക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സിൽ പോകാം. ഓക്കെ, ഗ്ലൗസ്. സോ അവിടുത്തെ കളറ് കിട്ടിയിട്ടുണ്ട്. സോ ഒബ്ജക്റ്റ് മോഡിൽ വരുന്നു. ആൻഡ് എവിടെയെങ്കിലും കളർ ചേഞ്ച് ചെയ്യാനുണ്ടോ കൊടുക്കാനുണ്ടോ? ആകെ ഐസിൽ മാത്രമേ ഉള്ളൂ. സോ അവിടുത്തെ അങ്ങനെ നിന്നോട്ടെ. ഓക്കെ,
സോ ഇത്രയാണ് ചെയ്യേണ്ട രീതികൾ. നമ്മൾ ഓൾറെഡി കളേഴ്സ് എല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുമ്പോൾ അതിലിടാം. ഓക്കെ, സോ അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.